അഷ്ടമി എന്ന് പറയുന്നത് പല പ്രവൃത്തികൾക്കും എടുക്കാറില്ല. എന്നാൽ എന്തുകൊണ്ട് ഈ വിവാഹത്തിന് അഷ്ടമി എടുക്കുന്നു? ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. നമ്മൾ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുമ്പോഴേ ഇഷ്ടാ കൃഷ്ണാഷ്ടമിനേന്ദ്വജ പിതൃമരുത് അന്ത്യോത്തര മൂലമിത്ര പ്രോദ്വാഹേന ക്രിയോ ഗേഹമഗു അഹികുജവേ അഷ്ടമേ അസ്തേ വിഹംഗ മീനാന്ത്യർത്ഥേന്ദുപ ശ്രീകട ധനുഷിരവി സഗ്രഹർഷാശലാക ശുക്രാര്യോ ബാലവൃതോ വരജനി ജന്മാസകയുടെ ഈ പ്രമാണപ്രകാരം ഇഷ്ട കൃഷ്ണാഷ്ടമി അഷ്ടമി എന്ന് പറയുന്നത് പല പ്രവൃത്തികൾക്കും എടുക്കാറില്ല. എന്നാൽ എന്തുകൊണ്ട് ഈ വിവാഹത്തിന് അഷ്ടമി എടുക്കുന്നു? അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്. അപ്പോ ഇത് നന്ദ, ഭദ്ര, ജയ, രിക്ത, പൂർണ്ണ എന്നീ നാമങ്ങളാണ് ഇതിന് എന്ന് ഞാൻ പറയുണ്ടായി. അപ്പൊ അതിൽ ഏറ്റവും സെന്റർ വന്ന ആരാ? അഷ്ടമി. അഷ്ടമി ഇതിന്റെ സെന്റർ വരും. ഇത് സെന്റർ വരുന്ന സമയത്ത് ഇത് വാവ്, വെളുത്ത വാവാണെങ്കിലോ കറുത്ത വാവാണെങ്കിലോ നമ്മുടെ ബോഡിയിൽ പഞ്ചീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. നമ്മൾ ശരകല പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ് പഞ്ചീകരണം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുമ്പോൾ പഞ്ചീകരണം നടക്കുന്നത് കൊണ്ട് കലൈ, നമ്മുടെ കലൈ വന്ന് ഏറിയും ഇറങ്ങിയും ശരീരത്തിൽ വന്നിരിക്കും. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴേ അഷ്ടമി ദിവസം, ഈ അഷ്ടമി ദിവസം നമ്മുടെ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും അമൃതകല വന്നിരിക്കുന്നത് എന്ന് പറയും. അമൃതകല അതായത് ഈ ഉച്ചയ്ക്ക് കീഴെ ഉണ്ണാക്കിന്മേലെ ഇരിക്കതടി ജ്യോതി എന്ന് പറയില്ലേ, ജ്യോതി ഇരിക്കുന്ന ഇത് നമ്മുടെ സെന്റർ ഓഫ് ബ്രെയിൻ എന്നൊക്കെ പറയുന്ന ആ പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്ന ആ ഇടം, പീയൂഷ അമൃതം എന്ന് പറയുന്ന അമൃതം ചുരത്തുന്ന ആ ഗ്രന്ഥി അമൃതവും പേറിക്കൊണ്ട് ഇറങ്ങും. തേയ്പ്രയിൽ ഇറങ്ങി ഇറങ്ങി അവസാനം കാലിന്റെ പെരുവിരൽ വരെ എത്തും. അങ്ങനെ 64 കുലമർമ്മസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഇറങ്ങുന്നത്. കുലമർമ്മം എന്ന് പറഞ്ഞാൽ കുളമർമ്മം എന്ന് പറയും, കൗളമാർഗം എന്ന് പറയുന്ന കൗളം എന്ന് പറയുന്ന ഈ അമൃതം പേറിക്കൊണ്ടാണ് ഇവൾ ഇറങ്ങി വരുന്നത്. അതുപോലെ ഈ അമൃതം പേറിക്കൊണ്ട് ഇവള് ഏറും, ഏറി 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 വരും. ഇവളെ ഏറി പ്രകാരം ഏറി അവള് ഉച്ചസ്ഥാനത്തെത്തും. ഈ അമൃതം ഉച്ചസ്ഥാനത്ത് എത്തിയിട്ട് വീണ്ടും ഇറങ്ങും. ഈ അമൃതം തന്നെയാകുന്നു നമ്മുടെ ശരീരത്തിലെ എല്ലാ അമൃതവും. ഈ പാലാഴി കടയുന്ന ഈ കഥ നിങ്ങൾക്കറിയാലോ. ഇവിടെ നിൽക്കുന്ന ഊർധലിംഗത്തില് 2 പാമ്പുകളാവുന്ന 2 നാഡികളെ കൊണ്ട് അമൃതം കടഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അത് അമൃതം കടഞ്ഞു വീഴുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് വിഷമാകും 1ാമത്തെ മണ്ഡലത്തില്. അപ്പൊ ഈ വിഷത്തെ കട്ടുപെടുത്തവനാണ് പരമശിവൻ, നീലകണ്ഠൻ എന്ന് പറയും. ഇതിനൊക്കെ ശരം പഠിക്കുന്ന സമയത്ത് ഇതിനൊക്കെ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഈ അഷ്ടമി ദിവസം കല വന്ന് നിൽക്കും. എവിടെയാ? ഗുഹ്യസ്ഥാനത്ത്. അമൃതം ഗുഹ്യസ്ഥാനത്ത് വന്ന് നിൽക്കും സ്വാഭാവികമായിട്ട്. അല്ലാത്ത ദിവസം ഗുഹ്യസ്ഥാനത്തായിരിക്കില്ല. അപ്പോ ആ ദിവസങ്ങളില് കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞാല് അവിടെ ശാന്തി മുഹൂർത്തമൊക്കെ കുറിച്ച് സ്ത്രീ പുരുഷ ബന്ധം വന്നു കഴിഞ്ഞാല് വേറെ ഏതെങ്കിലും സ്ഥാനത്ത് നിന്ന് ആ അമൃതത്തെ വഹിച്ച് ഇവിടം വരെ കൊണ്ടുപോകേണ്ട വരും. അത് മാത്രമല്ല അവിടെ പ്രാണനഷ്ടം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൂർണ്ണത ഇല്ലാത്ത ഒരു കാര്യം വന്നേക്കാം ശരം അനുസരിച്ച്. അപ്പൊ ഇത് ശരം അനുസരിച്ചിട്ടാണ് ഈ അഷ്ടമി എടുത്തിരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് നിൽക്കുന്ന ആ ഒരു അമൃതം കലാങ്കാനി വരാംഗമാനന മുറോ ഹൃക്രോഡ വസോഭൃതോ വസ്തു വ്യഞ്ജനം എന്ന് പറയുന്ന ആ വ്യഞ്ജന സ്ഥാനത്ത് വന്നിരിക്കുന്ന ആ സമയത്ത് കല്യാണം നടത്തിയാൽ അവിടെ ശാന്തി മുഹൂർത്തം എടുക്കാനാണ് ഏറ്റവും നല്ലത്. ശാന്തി മുഹൂർത്തം
എടുത്തു കഴിഞ്ഞാല് അവിടെ ദമ്പത്യോർ സർപ്പങ്ങളെ പോലെ ദമ്പതിമാര് ഇണയുമ്പോൾ ഇവിടെ അമൃതം ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല തരത്തിൽ പൗത്ര സന്താന ദാനം നടത്താനായിട്ട് ഇടയാക്കുമെന്നാണ് സിദ്ധർകൾ അന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സിദ്ധർ ജ്യോതിഷപ്രകാരം അഷ്ടമി എടുക്കാന്ന് പറഞ്ഞു. പിന്നീട് അത് സംസ്കൃത പ്രമാണമായിട്ട് വന്നപ്പോ ഇഷ്ടാ കൃഷ്ണ അഷ്ടമി ഇനേന്ത്വച പിതൃമരുതന്ത്യോത്തര മൂലമിത്ര എന്ന പ്രമാണവുമായി മാറി. അപ്പൊ ഇതാണ് അതിന്റെ രഹസ്യം. ഇത് ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളൂ. ഇന്നൊക്കെ എത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.